السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും പടച്ചറബിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കാനാവുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവൻ്റെ പരലോകരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ഡയറിയിൽ ഈ ക്ലാസിൻ്റെ സമയം ഞാൻ എഴുതി വച്ചത് 3 മണിയാണ്. ആ 3 മണിക്ക് കണക്കാക്കിയാണ് ഞാൻ പുറപ്പെട്ടത്. ഒരു 2 മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങളെ സമയം 2 മണിയാണ്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ളത് ചെനക്കലങ്ങാടി, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള താമസമുണ്ടായി. അതുവരെ നിങ്ങൾക്ക് നല്ല ഒരു സംസാരം കേൾക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എനിക്ക് ശേഷം സംസാരിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് ഉഗ്രപുരം കൃത്യസമയത്തിന് മുമ്പേ എത്തിയിട്ടുണ്ട്. എൻ്റെ തകരാറ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം വൈകിക്കൂടാ എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം വല്ലാതെ വൈകിക്കാതെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക എന്നത്. ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ല, അയാളുടെ ജീവിതം വളരെ കഷ്ടപ്പാടായിരിക്കും. ഇപ്പോ ഒരുവിധ രോഗങ്ങളൊക്കെയായി നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മുടെ മുഖത്തേക്ക് നോക്കി ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ടെൻഷൻ വല്ലതും ഉണ്ടോന്നാണ്. ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ കഴിയില്ല എന്ന് നമ്മൾ മറുപടി പറയും. എല്ലാവരുടെ ജീവിതത്തിലും ടെൻഷനുകളുണ്ട്. ഓരോന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും സന്തോഷം നൽകുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ശരീരത്തിൽ രോഗങ്ങളുണ്ട്, മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ട്,
നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പരിശോധിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് സമാധാനം നൽകുന്ന ഒന്നും ഈ ദുന്യാവിൽ കാണാനില്ല. ഇപ്പൊ ഇന്നത്തെ പത്രം നിങ്ങളൊക്കെ വായിച്ചോലോ. ആ പത്രം വായിച്ചിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് മനസ്സിനൊരു കുളിര് നൽകുന്ന എന്തെങ്കിലും ഒരു വാർത്ത ഇന്ന് നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് നല്ല കുറെ ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. ഒന്നാം പേജിലെ വലിയ ഹെഡിങ്ങുകൾ തന്നെ സമാധാനം കളയുന്ന ഹെഡിങ് കാരണം. പിന്നെ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ഒക്കെ അങ്ങനെ തന്നെ. പണ്ടൊക്കെ സോഷ്യൽ മീഡിയകൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ എടുക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയാ തുറക്കാറ്. ഇപ്പൊ രസമൊന്നുമില്ല. അതിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മളെ അലോസരപ്പെടുത്തുന്ന വാർത്തകളാണ്. ടി വിയിലൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കണേ വാർത്താ അവലോകന പരിപാടികളുണ്ട്. വാർത്തകളെ മുടിനാരിട കീറി പരിശോധിക്കുന്ന വാർത്താ പരിപാടികൾ. ഒരൊറ്റ വാർത്ത സന്തോഷകരമായ നല്ലത് എന്ന് പറയാൻ അതിലൊന്നുമില്ല. അപ്പൊ അത് വാർത്ത വായിക്കുന്ന ആൾക്കാർക്ക് തന്നെ കുറെ വായിച്ച് ദേഷ്യം വന്നപ്പോ അവരൊക്കെ ടി വിയിൽ പുതിയൊരു പരിപാടി തുടങ്ങിയപ്പോ നല്ല വാർത്തകൾ 10 മിനിറ്റ്, നല്ല വാർത്തകൾ 23 മണിക്കൂറും 50 മിനിറ്റും വൃത്തികേടും വേണാത്തരം തോന്നിയസം മാത്രമാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത് എന്ന് ബോധ്യമായപ്പോ അതിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് 10 മിനിറ്റ് നല്ല വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പൊ കുടുങ്ങിക്കണ്. ഈ 10 മിനിറ്റ് പറയാൻ എന്തെങ്കിലും കിട്ടണ്ടേ? ലോകത്ത് എവിടെ തെരഞ്ഞാലാണ് ആളുകൾക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു വാർത്ത കൊടുക്കാനുള്ളത്? ഭീതിയും പേടിയും ഉത്കണ്ഠയും അരാജകത്വവും അക്രമവും ഒക്കെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആളുകൾക്കുടെ മനസ്സിന് ഒരു തണുപ്പ് കൊടുക്കാൻ എന്തൊരു വാർത്തയാണ് കിട്ടുക? ഇപ്പൊ ലോകത്തിനെ കുറിച്ച് മൊത്തത്തിൽ ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ രാത്രി ശരിക്ക് കടന്നുറങ്ങാൻ കഴിയില്ല. ലോകത്തിലെ 2 പ്രഗത്ഭ രാജ്യങ്ങള് ഒരു യുദ്ധത്തിന്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുക, അമേരിക്കയും ഉത്തര കൊറിയയും. ഈ 2 രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരും ഭ്രാന്തന്മാരാ. രണ്ടാക്കും അരപ്പിരിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി, ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ആയാലും ശരി, രണ്ടാളും ഒരു ഇത്തിരി മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വാശി പിടിച്ച് രണ്ടാളും ഒരു യുദ്ധത്തിന്റെ വക്കിലാണ്. ഈ യുദ്ധത്തിനെ ലോകം മുഴുവൻ പേടിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ 2 രാജ്യത്തിന്റെ ആയുധപ്പുരയിലും ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന അണുവായുധങ്ങളുണ്ട്. അമേരിക്ക തോൽക്കുന്ന ഒരു ഘട്ടം വന്നാലേ മാനക്കേടോർത്ത് അമേരിക്കക്കാരെ എന്തായാലും ഓന്റെ കയ്യിലുള്ള ഒരു അനുഭവം ഉപയോഗിക്കും. അത് ഉപയോഗിച്ചാൽ അമേരിക്കക്കാര് മാത്രമല്ല നശിക്കുക, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ശാമ്പരായി പോകും. ഇനി ഉത്തര കൊറിയ തോൽക്കുകയാണെങ്കിലോ ഓലും വല്ലാതൊന്നും വൈകൂല, ഓലും എടുത്തിടും ഒരു ബോംബ്. അതോടുകൂടി ഉത്തര കൊറിയ മാത്രമല്ല നമ്മൾ അടക്കമുള്ളോട് ശാമ്പലാവും. അവ ലോകത്തിലെ രാജ്യങ്ങളൊക്കെ അമേരിക്കനെയും കൊറിയനെയും അവർ തമ്മിലുള്ള ഒരസൽ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു യുദ്ധം നടന്നാൽ നമ്മൾ കുഴിച്ചിട്ട റബ്ബർ തൈയൊന്നും വെട്ടാൻ നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോ അതിന് കത്തിക്കരിഞ്ഞ് പോയേക്കും. ആ കോലത്തില് പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകത്തിന്റെ അവസ്ഥ എത്തിയിട്ടുണ്ട്. നമ്മളാൾക്കാരുടെ മുഖത്തൊക്കെ നോക്കാൻ നിങ്ങളൊരു മ്ലാനതയാണ്. ആർക്കും ചിരിയില്ല, തമാശല്ല, ഒരു സന്തോഷമല്ല, എല്ലാം ഇങ്ങനെ മൂടി കെട്ടിക്കൊണ്ട് തന്നെ. എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ എല്ലാ ഏർപ്പാടും ഇല്ലാതാക്കി ഒക്കെ തളർത്തി ഇപ്പൊ അങ്ങനെ ഒരു സുഖമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. എന്നാ ഗൾഫ് നാട്ടിൽ പോയ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലേക്കാണ് എന്ന് നമ്മൾ വിചാരിക്കുക. എന്നാല് 4 അറബികൾ കൂടി ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് നോക്കി ഇടക്കിടക്ക് ഓരോ നിശ്വാസം ഇങ്ങനെ കേൾക്കാം. എന്താ അറിയോ, ഓരോ കാര്യം പരമകഷ്ട. ഒരു ബാരൽ ക്രൂഡ് ഓയില് ലോക മാർക്കറ്റിൽ വിറ്റിരുന്നതേ $130. $130 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് അറബ് രാജ്യങ്ങൾ വിറ്റീന്. ഇപ്പോ അതേ ക്രൂഡ് ഓയിൽ വിൽക്കണ $25. $25 അഥവാ ഒരു ബാരലിൽ $100 കുറവ് വന്നേ. അങ്ങനെ ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഒരു ദിവസം വിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നഷ്ടത്രയങ്ങള് ആ രാജ്യങ്ങള് കൂപ്പുകുത്തിയേക്ക. അവിടുത്തെ ആൾക്കാരൊക്കെ വല്ലാത്ത ടെൻഷനില്ല.
എന്നാ പിന്നെ യൂറോപ്പിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖയിക്കാരെന്ന് വിചാരിക്കാം. യൂറോപ്പ് പോയോക്കി ഓലെ മനസ്സ് നിറയെ പേടിയാ. തീവ്രവാദികള്, ഭീകരവാദികള് എല്ലാ സ്ഥലത്തും പൊട്ടിത്തെറി. ആളുകള് തിക്കിത്തിരക്കാറുള്ള നിശാ ക്ലബുകള്, ബാറുകള്, ഡാൻസ് പാർലറുകള്, ഇതൊന്നും ഇപ്പൊ ആളില്ല. അതൊക്കെ പൂട്ടിക്കിടക്കുക. എന്താ അറിയോ? മനുഷ്യന്മാർക്ക് പേടി. തീവ്രവാദികൾ എല്ലായിടത്തും കയറി വന്നിക്കുക. ഭീകരവാദികള്, IS പോലെയുള്ള ഭീകരവാദികൾ ആണ്ട് പൊട്ടിത്തെറിക്കുക. നിരപരാധികൾ കൊല്ലപ്പെടുക. അതിന്റെ ഭീതിയിലാണ് യൂറോപ്പ്. എന്നാ പിന്നെ അമേരിക്കക്കാർക്കല്ല സുഖിക്കാരെന്ന ഓല കാര്യം പറയണ്ട. ഓൾക്ക് മുഴുവനും നാണക്കേടായി. ലോകത്തിന്റെ മുമ്പിൽ അമേരിക്കക്കാരന്റെ അന്തസ് ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ഒരു ഭരണാധികാരി വന്നിട്ട് ഓൾക്ക് ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സാധനം റൊണാൾഡ് ട്രംപ്. അയാളെ കുറിച്ചുള്ള വേവലാതിയിലാണ് ആ നാട്ടുകാരൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊടുക്കുക. ഇതൊന്നും അല്ലാതെ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. മാരകമായ രോഗങ്ങൾ നമ്മളെ തേടി വരിക. ഒരു കാലത്ത് ഈ ലോകത്ത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത രോഗങ്ങൾ ഇന്ന് നമ്മളെ തേടി വരില്ലേ. പള്ളിക്കലൊക്കെ വെള്ളിയാഴ്ച സഹായം ചോദിച്ചുകൊണ്ട് 8ഉം 10ഉം കത്തൊക്കെ വരും. ഈ 10 കത്തുകളിൽ 7 കത്തും വൃക്ക നഷ്ടപ്പെട്ട ആളുകളുടെ സങ്കടത്തിന്റെ കഥ പറയുന്ന കത്തുകളാ. ഈ വൃക്ക നഷ്ടപ്പെട്ട ആൾക്കാരുടെ പ്രായങ്ങൾ നോക്കേണ്ടി 25, 30, 32, 35, 37, 40ന്റെ ചോടെ ഒക്കെ ചെറുപ്പക്കാര്. ഒരു പൈസക്ക് ഗതിയില്ലാത്ത ചെറുപ്പക്കാരെ വൃക്കകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പത്രങ്ങളിലൊക്കെ കനിവുള്ളവരെ കനിയൂ എന്ന് പറഞ്ഞ് പെട്ടിക്കോളം വാർത്ത കാണാം. അതിന്റെ മേലെ കാണാ ദയനീയമായ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം. വൃക്ക അടിച്ചു പോയിക്കണ്. അങ്ങാടിയിലൊക്കെ ജീപ്പിൽ ഗാനമേള നടത്തി നമ്മുടെ ചെറുപ്പക്കാര് ബക്കറ്റ് പിരിവെടുക്കുക. ആർക്കു വേണ്ടിയാണ്? ആ ബക്കറ്റ് മണ്ട ഒരു ചിത്രം, ഒരു ദയനീയമായി മുഖമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുഖം. എന്താ കാട്ടുക? വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യല്ല. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, എന്തുകൊണ്ടാ മനുഷ്യന്റെ വൃക്ക അങ്ങനെ കേടവരുന്നേ? അയാൾ പറയണേ, അതിന്റെ കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് തന്നെ ചികിത്സ അല്ല. കുറച്ചു കാലം മരുന്ന് കുടിച്ചാ അത് കഴിഞ്ഞാൽ ഡയാലിസിസ്, അത് കഴിഞ്ഞാൽ വൃക്ക മാറ്റിയേക്കുമ്പോൾ ഡോക്ടർമാർ പറയും 5 കൊല്ലാട്ട ഗ്യാരണ്ടി. പിന്നെ പടച്ചോന്റെ ആ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഓന് കുറച്ചു കാലം ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകും ചെയ്യും. ചികിത്സയൊന്നുമില്ല, മാറ്റാൻ മരുന്നില്ല. വലിയ ആശുപത്രി ഉണ്ട്, നിറയെ ഉപകരണങ്ങളുണ്ട്. ഇംഗ്ലീഷിലെ 26 അക്ഷരം ചേർത്ത് വെച്ചാലും തീരാത്തത്ര ഡിഗ്രികളുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ ഒന്നും ചെയ്യല്ല, ഒരു വസ്തു ചെയ്യല്ല. ഞാൻ ചെറുപ്പക്കാരനെ കണ്ടേ, അയാള് ജനക്കൂട്ടത്തിൽ നിന്ന് മാറിക്കുന്നുണ്ട്. തുണിന്റെ ഒരു തല ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിക്കണേ. ആ തുണിന്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കി, എന്താ കവറ്? അയാൾ ആരും കാണാതാക്കാൻ വേണ്ടി ആ കവർ ഇങ്ങനെ മറച്ചു പിടിക്കുക. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ട്യൂബ് ആ കവറിലേക്കുണ്ട്. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ രോഗിയാണ്. എന്താ രോഗം എന്നറിയോ? മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടർക്കൊന്നും പോയില്ലേ? ആശുപത്രിയിൽ പോയില്ലേ? വലിയ ആശുപത്രിയിൽ പോയി. എന്നിട്ട് എന്താ ചികിത്സ ഒന്നുമില്ല. നമ്മളെ പ്ലംബർമാർ ചെയ്യാറുള്ള ഒരു ജോലി, പൈപ്പ് ലീക്കിലോടത്തുന്നേ ഒരു പൈപ്പ് ഇട്ടുകാണ്ട് തെങ്ങിന്റെ ചോട്ട് കിട്ടുകൊടുത്തമായിരിക്കേ ഇയാളെ മൂത്രം ഒരു റബ്ബറിന്റെ ട്യൂബിലേക്ക് ആക്കിയിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ കീസ് കിട്ടുകൊടുത്തേക്ക, അത് കൈ പിടിക്കാൻ പറ്റില്ല. ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്, നിറയുമ്പോ തെങ്ങിന്റെ ചോട്ടിക്ക് ചിന്തിക്കണേ, അല്ലാതെ ഒന്നും ചെയ്യാല്ല. ആ ഉറ്റി വീടുന്ന മൂത്രം അത് ഉറ്റി വീടാതിരിക്കാൻ, അത് നിർത്താൻ നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ പരിഹാരങ്ങളില്ല. 15 വയസ്സുള്ള ഒരു കുട്ടിനെ കൂടെ കൂട്ടിയിട്ട് ഒരു ബാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ? അപ്പൊ അയാൾ മോനെ അവിടെ നിർത്തിയിട്ട് എന്റെ കയ്യും പിടിച്ച് കുറച്ചാൾ പോയിട്ട് പറഞ്ഞേ, ഓന്റെ മലമൂത്ര വിസർജനത്തിന്റെ നിയന്ത്രണം ഓന്റെ കയ്യിലല്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും മലമൂത്ര വിസർജനം അതങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ചോദിച്ചു, മരുന്നും ചികിത്സയൊന്നുമില്ലേ? ഡോക്ടർമാർ പറഞ്ഞത്ര കാത്തിരിക്കൂ, പ്രാർത്ഥിച്ചോളൂ, കാത്തിരിക്കൂ, പ്രാർത്ഥിക്കോളൂ. എന്നിട്ടിപ്പോ ഞാൻ ചോദിച്ചോ, സ്കൂളിൽ പോണില്ലേ? പോണുണ്ട് ഉസ്താദേ, 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പോവാ അടുത്ത വർഷം. എങ്ങനെ സ്കൂൾ പോവാ? നമ്മളെ ചെറിയ കുട്ടികൾക്ക് നമ്മളെ ഡ്രസ് ഇട്ട് കൊടുക്കുമ്പോ മൂത്രമൊഴിക്കുന്ന് പേടിച്ചിട്ട് നാപ്കിൻസ് വെച്ച് കൊടുക്കൂലേ? അങ്ങനത്തെ നാപ്കിൻസ് വെച്ചുകൊണ്ടാണ് ഈ കുട്ടി 10ാം ക്ലാസ് പഠിക്കാൻ പോണേ.
ഓന്റെ ഒപ്പമുള്ള കുട്ടികള് ഓനെ കൂടെ ഇരുത്തൂല. സെർബനെ മണക്കുന്നുണ്ട് അറിയാലോ, മണക്കുന്നുണ്ട്. ആ സാധു കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം. ആ സങ്കടം ഇയാൾക്ക് വേറെ ഉണ്ട്. അതാ അയാൾ പറഞ്ഞ് എന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. ഒരുപാട് ടെൻഷനുകൾ നാനാഭാഗത്തു നിന്നും നമ്മളങ്ങനെ മൂടിക്കൊണ്ടേയിരിക്കുക. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ജീവിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ ജീവിതം കുടുസായിട്ട് വരിക. നമ്മളൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകലുണ്ടല്ലേ. ഇപ്പൊ ടൂറിന്റെ കാല. ഞായറാഴ്ച ഒഴിവ് ദിവസമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂരൊക്കെ ആ തേക്ക് മ്യൂസിയത്തിന്റെ ആ വൈക്കൊന്നും നടക്കാൻ കഴിയില്ല. ആൾക്കാരിങ്ങനെ തിരക്കിയിട്ട് വെറുതെ ഒന്നുമില്ല, എന്നാലും എങ്ങട്ടേലും പോയിക്കൊള്ളന്നാ. തേക്ക് മ്യൂസിയം കണ്ട് പുറത്തിറങ്ങിയ ഒരു വല്യമ്മാനോട് ചോദിച്ചത്രേ, എന്തൊക്കെയാ വല്യമ്മയുടെ ഉള്ളിലുള്ളത്? മനെ കത്തിച്ചാൻ പറ്റിയ നല്ല വിറകിന്റെ കൊള്ളികളുണ്ട് പറഞ്ഞ്. അതേ വല്യമാർക്ക് അറിയുള്ളൂ. ആ ജാതി വല്യമാനെ വരെ നമ്മൾ ടൂർ കൊണ്ടുപോകണേ. നിങ്ങൾ ടൂർ പോയിക്കോളി. എനിക്കൊരൊറ്റ അപേക്ഷയുണ്ടേ, ഒരു ടൂർ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡിലേക്ക് പോകണം. ഒന്ന് പോകുക. സ്വന്തം കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം. മുടി കൊഴിഞ്ഞ് കണ്ണിന്റെ പിരികം പോലും കൊഴിഞ്ഞ് നിർജീവമായ കണ്ണുകളോടെ ഡോക്ടർമാർ കുറിച്ചു കൊടുത്ത മരണത്തിന്റെ തീയതിയിലേക്ക് നിസ്സഹായരായി നോക്കിക്കടക്കുന്ന ബാല്യങ്ങൾ, കൗമാരങ്ങൾ, യുവത്വങ്ങൾ കാണണം. നമ്മള് വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ട് വേദനാ സംഹാരി കുത്തിവെച്ചിട്ട് മയങ്ങാതെ കട്ടിലുമ കടന്ന് ചാടിക്കളിച്ചിട്ടേ കൈയും കാലും കട്ടിലേക്ക് പിടിച്ചു കെട്ടിയ കുട്ടികളെ കാണണം. അവിടെ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം നിങ്ങൾ അറിഞ്ഞുകളോ, നമ്മളത് കണ്ടുകളോ, അതൊന്ന് കാണണം. അപ്പോഴാണ് നമ്മളൊക്കെ നമ്മളായിട്ട് ഒതുങ്ങിച്ചേരാൻ പറ്റുക. ക്യാൻസർ വാർഡിലെ ഒരു ഉമ്മ ഉണ്ട്, ഒരു കുട്ടിനെ മടിയിൽ കിടത്തിയിരിക്കണ്. കുട്ടിന്റെ മുഖമൊക്കെ അങ്ങോട്ട് കൂരിച്ചിക്കണ്. ജീവന്റെ അടയാളം എന്ന് പറയാൻ ഉയർന്നു താഴുന്ന വയറ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവന്റെ അന്നനാളത്തിലാണ് ക്യാൻസർ. ഒരു വസ്തു ഇറക്കാൻ പറ്റൂല, ഒരു പൈപ്പ് ഇറക്കി കൊടുക്കാനുള്ള ഗ്യാപ്പില്ല. അതുകൊണ്ട് വയറുമ്മ ഒരു ഓട്ടുണ്ടാക്കിയിട്ടേ അയിക്കൂടെ ഒരു ട്യൂബ് ഇട്ട് കൊടുത്തേക്ക. അയിക്കൂടെ അങ്ങനെ 1-2 തുള്ളി വെള്ളം ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കും. ഇത്രയും. ഈ കുട്ടിന്റെ അമ്മ ഒരിക്കലും പ്രാർത്ഥിക്കുന്നുണ്ടാവൂല, പടച്ചോനെ എന്റെ കുട്ടിന്റെ അസുഖം മാറ്റി തരണേ. ആ ഉമ്മ പ്രാർത്ഥിക്കുന്ന അറിയാം, ഈ വയറിന്റെ അനക്കൊന്ന് നിന്ന് കഴിഞ്ഞാ പടച്ചോനെ എന്റെ കുട്ടിക്ക് സമാധാനാവുമല്ലോ എന്നേ ആ ഉമ്മ പ്രാർത്ഥിക്കുള്ളൂ. ആ കോലത്തിലേക്ക് കുട്ടി. സങ്കടമൊന്നുമല്ല. ആ ഉമ്മ ആ കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ഇടക്കിടക്ക് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നീച്ചു പോണ്ട്. എന്തിനാ പോണവരങ്ങള്? ഈ കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഭക്ഷണമായ മുലപ്പാല് ആ ഉമ്മയുടെ മുലയില് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ടേ, കൊടുത്തിക്കണ്. ആ മുലപ്പാലിന്റെ ഒരു തുള്ളി കുട്ടിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കാൻ ഈ ഉമ്മാക്ക് കഴിയണില്ല. അതുകൊണ്ട് ഈ മുലപ്പാല് ഉമ്മയുടെ മുലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോ, വിങ്ങൽ ഉണ്ടാക്കുമ്പോ അത് കുളിമുറിയുടെ അഴുക്കിലേക്ക് ചീറ്റിക്കളയാൻ വേണ്ടിയാണ് ആ ഉമ്മ ഇടക്കിടക്ക് നീച്ചു പോണേ. തിരിച്ചു വരുന്നത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടിയാ. തന്റെ കുട്ടിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കേണ്ട മുലപ്പാൽ കുളിമുറിയുടെ അശുദ്ധിയിലേക്ക് ചീറ്റിക്കളയുമ്പോ ആ ഉമ്മയുടെ മനസ്സിന്റെ സങ്കടം, ആ സങ്കടത്തിന്റെ ആഴമളക്കാൻ ഈ ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്രത്തിന് കഴിയും? ഏത് ചികിത്സാ സംവിധാനത്തിന് കഴിയും? മനുഷ്യനെന്ന മഹാഫക്കീറായ, മഹാദുർബലനായ, നിസ്സഹായനായ ഒരു ജീവിക്ക് തന്റെ ജീവിതത്തിന്റെ ആ നിസ്സഹായത്വമുണ്ടല്ലോ, അത് ബോധ്യപ്പെടാനേ ഒരു ടൂറുകൾ കഴിയുമെങ്കിൽ ഒന്ന് പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ അനാഥശാലകളിലേക്ക്, വൃദ്ധമന്ദിരങ്ങളിലേക്ക്, ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് പോകണം. എന്നിട്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്, നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ, ദുരിതത്തിന്റെ ആഴത്തെ കുറിച്ച്. ഇത് ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങൾ ലോകത്ത് എല്ലാ കാലത്തുള്ള ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾക്കിടയിലും സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ അല്ലാഹു തആല ഉണ്ടാക്കി തന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബം. അതാണ് ഇപ്പൊ ഞാൻ പറയണ്ടേ. നമ്മുടെ കുടുംബം എന്നത് നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി പടച്ച റബ്ബ് ഉണ്ടാക്കി തന്ന ഒരു സംവിധാനം. നമ്മളിപ്പോ ആ സംവിധാനം കൊണ്ട് ഉള്ള സമാധാനം പോയിട്ട് ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സമാധാനം കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനമല്ല. കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പേടിയാണ്. പെരിയിലുള്ളവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറെ പേടിയാണ്. ഉമ്മാനി ബാപ്പാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറെ പേടിയാണ്. ആകപ്പാടെ പേടിയാ.
അങ്ങാടിയിലൊക്കെ 12 മണി 1 മണിയൊക്കെ ആയാലും പെട്ടിപ്പീടിയന്റെ പെട്ടിമെങ്ങനെ ചില ആൾക്കാർ ചമ്രം പടിഞ്ഞിരിക്കും. വീട്ടിൽ പോണില്ലേ? പോണേ. അല്ല പോണില്ലേ? ആ പോണം. എന്താ പോകാത്ത? കുറച്ച് ചെയ്യട്ടെ, സമയം 1 മണിയായി, പോണില്ലേ? എന്താ നിങ്ങള്? വീട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല, വീടിനെ കുറിച്ച് ആലോചിക്കാൻ തോന്നുന്നില്ല. വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് മനസ്സിൽ ഉത്കണ്ഠകളും പേടിയും നിറഞ്ഞു വരിക. എന്തേത്? അല്ലാഹു തആല നമ്മളോട് കുടുംബമായിട്ട് ജീവിക്കാൻ പറഞ്ഞ തന്നെ എന്തിനാ നിങ്ങള്? ലിതസ്കുനു ഇലൈഹ, സമാധാനം കിട്ടാൻ വേണ്ടിയാ. ജീവിതത്തിൽ സമാധാനം കിട്ടാൻ കുടുംബം വേണം. ലോകത്തിലെ ഒരു ജീവിക്കോ അത് വേണ്ട. ഈ ലോകത്തുള്ള പോത്തിനോ എരുമക്കോ നായിക്കോ പട്ടിക്കോ പാമ്പിനോ ചേരക്കോ പഴുതാരക്കോ ഇതിനൊന്നും ഒരു കുടുംബം വേണ്ട. മനുഷ്യന് കുടുംബം ഉണ്ടായേ പറ്റുള്ളൂ. എന്താ കാരണം നിങ്ങള്? ആ ജീവികളെക്കാളൊക്കെ നിസ്സാരണ മനുഷ്യൻ. നമ്മുടെ ഒരു വീട്, പുതിയ വീട് താമസം തുടങ്ങി. നമ്മളെ വീടിന്റെ മുറ്റത്ത് ചെടികളും മരങ്ങളൊക്കെ കുഴിച്ചിടാൻ തീരുമാനിച്ചു. ചെറിയ ചെടികൾ കുഴിച്ചിടുമ്പോഴേ ഒരു കുഴി കുത്തിയിട്ട് ആ ചെടിന്റെ കമ്പ് ഇങ്ങനെ കുഴിച്ചിട്ടാൽ മതി, മണ്ണൊന്ന് അമർത്തി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. എന്നാല് ഈ തൊടുന്ന് ഒരു വലിയ വാഴക്കന്ന് ഞാൻ എന്റെ മുറ്റത്തേക്ക് പിരിച്ചു കുഴിച്ചിടുമ്പോഴേ ആ വാഴക്കന്ന് വീഴാതിരിക്കാനേ 2 നാട്ടങ്ങനെ കൊടുക്കണം, 2 ഭാഗത്തുനിന്ന്, ഇല്ലെങ്കിൽ വീഴും. ഇനി പിരിച്ചു കുഴിച്ചിട്ട് തെങ്ങാണെങ്കിലോ ഒരു തെങ്ങാണ് കുഴിച്ചിട്ട്, എന്നാലേ 4 ഭാഗത്തുനിന്നും മുട്ട് കൊടുക്കേണ്ടി വരും അത് വീഴാതിരിക്കാൻ. ഒരു ചെറിയ മല്ലിക ചെടിയോ ഒരു റോസാ കമ്പൊക്കെ ആണെങ്കിലേ അത് കുത്തിയാൽ മതി, അതിനൊരു മുട്ട് കൊടുക്കണ്ട, അത് ഒറ്റക്ക് നിന്നോളും. പക്ഷെ വാഴ തെങ്ങോ ആണെങ്കിൽ വീണു പോകും. മനുഷ്യൻ വേറെ ഏത് ജീവി ഈ ലോകത്ത് ഒറ്റക്ക് ജീവിക്കും. ഇപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് ഈ പറമ്പ് കൂടെ ഓടി നടക്കണ ഒരു നായ, ആ നായ തീരുമാനിക്കാണ് ഞാൻ മരിച്ചോളം ഇന്റെ വർഗത്തിൽപ്പെട്ട ഒരു നായന്റെയും ഒരു സഹായവും എനിക്ക് വേണ്ട എന്നാ നായ തീരുമാനിച്ചാലേ ആ നായക്ക് എത്ര കൊല്ലമാണെങ്കിലും ഈ കുറ്റിക്കാട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് വല്ലതും കിട്ടിയാ തിന്ന് എവിടെങ്കിലും കടന്നുറങ്ങി എത്ര കൊല്ലമാണെങ്കിലും ആ നായക്ക് ജീവിക്കാം. വേറെ ഒരു നായയെ കാണാതെ കണ്ടുമുട്ടാതെ എത്ര കൊല്ലമാണെങ്കിലും ജീവിക്കാം. നായക്ക് നല്ല കാക്കക്കും പൂച്ചക്കും പട്ടിക്കും കോഴിക്കും ഒക്കെ ജീവിക്കാം ഒറ്റക്ക്. നമ്മളൊരു കോഴിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയാണെങ്കിലേ 25 കൊല്ലം വേറെ ഒരു കോഴിനെ കാണാതെ ഈ കോഴി വേണമെങ്കിൽ വളരും. അതിന് കാണണ്ട ഒരാവശ്യമല്ല. ആ കോഴിക്ക് സങ്കടം വരുമ്പോ സമാധാനിപ്പിക്കാം, വേറൊരു കോഴി വരണ്ട. ഈ കോഴിക്ക് രോഗം വരുമ്പോ വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാം, വേറൊരു കോഴി വരണ്ട. ഈ കോഴി ഓക്കാനിച്ച് ഛർദിക്കുമ്പോ പുറത്ത് ഇങ്ങനെ ഉഴിഞ്ഞൊടുക്കാൻ വേറൊരു കോഴി വരണ്ട. ആ കോഴിക്ക് ഒറ്റക്ക് ജീവിക്കാം. മനുഷ്യനോ നല്ല ജിമ്മിലൊക്കെ പോയിട്ട് 6 പാക്ക് ബോഡിയൊക്കെ ആയിട്ട് മസിലൊക്കെ അങ്ങനെ റാട്ടമായിരിക്കും, കുപ്പായത്തിന്റെ കൈയൊക്കെ ടൈറ്റ് ആക്കിയിട്ടേ ചില ആൾക്കാർ കാണാൻ റോട്ടുമ്പോ കൂടെ എഡ്ജൊന്നും ഇറങ്ങാതെ അങ്ങനെ നടക്കണ്. ഓല നടത്താൻ കണ്ടാക്കരുതും ഇതൊക്കെ ഓൾ തന്നെയാണ്. പക്ഷെ ഒരു 2 വട്ടം ഒപ്പം കണ്ട് വയറ്റുന്നു പോയോക്കട്ടെ, അല്ലാ അമ്മ പിടിക്കണേ. ഓൻ തുണിക്കണ്ട പോലെ കൊയഞ്ഞ് പിന്നെ ഓനൊന്ന് താങ്ങി പിടിച്ചു കണ്ട് ഓട്ടോറിക്ഷ കയറ്റണമെങ്കിൽ എത്രങ്ങാനും ആൾക്കാർ വേണമെന്നരങ്ങള് തൊള്ളി കൂടെ കഞ്ഞിനെള്ളം കൊടുത്താൽ തീ കൂടെ അങ്ങനെ പോരും. അവസാനം ഡോക്ടർമാർ പറയും നമുക്കൊരു ട്രിപ്പ് കൊടുക്കുക. എത്ര ശക്തനായ മനുഷ്യനും തളർന്നു പോയാൽ അവൻ തുണിക്കഷ്ണം പോലെ തളരും. അതുകൊണ്ട് ദുന്യാവിന്റെ സൃഷ്ടാവായ മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് നിശ്ചയിച്ചതാണ്, മനുഷ്യ നീ ഒറ്റക്കാവാൻ പാടില്ല. നീ ഒറ്റക്കായാൽ നീ തളർന്നു പോകും. അതുകൊണ്ട് നിനക്ക് മാതാപിതാക്കളുടെ കൂട്ടുവേണം, ഭാര്യ ഭർത്താക്കന്മാരുടെ കൂട്ടുവേണം, മക്കളുടെ കൂട്ടുവേണം, സഹോദരി സഹോദരന്മാരുടെ കൂട്ടുവേണം, എളാപ്പ മൂത്താപ്പന്മാരുടെ കൂട്ടുവേണം. ഈ കൂട്ടൊക്കെ പാടെ ഉണ്ടെങ്കിലേ നിനക്ക് ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കാനാവുകയുള്ളൂ. അവിടെ മാത്രമേ നിനക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് മനുഷ്യന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച് അവൻ നമുക്ക് തന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് സമാധാനം കിട്ടണ്ടേ? എത്ര പ്രയാസപ്പെട്ട് കുഴങ്ങി നമ്മൾ വീട്ടിക്ക് വരുമ്പോഴും ആ വീടിന്റെ പുറത്ത് ഒരു 25 ആൾക്കാരെ ചെരുപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിലും എടീന്ന് വിളിക്കുമ്പോഴേ എന്തേ എന്ന് വിളിയേക്കാൻ കെട്ടിയ പെണ്ണുങ്ങൾ പെരയിലില്ലെങ്കിലേ പിന്നെ 500 ആള് പെരയിലുണ്ടായിട്ടും കാര്യമല്ല, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സമാധാനം കിട്ടാത്ത ഒരു ഗ്യാപ്പ്, മനസ്സിൽ എന്തോ ഒരു നൂല് കുടുങ്ങിയ പോലെ. എന്തേ ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ചോറുണ്ട് കൂട്ടാണ്ട് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടായിക്കോട്ടെ, എന്നാലും ഒരാളില്ലല്ലോ. ആ ഒരാളില്ലാത്ത ഗ്യാപ്പ് അത് മനസ്സിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കും. ആശുപത്രിയിൽ ICUവിന്റെ തണുപ്പില് എത്ര വലിയ ഡോക്ടർമാർ മുമ്പിലുണ്ടെങ്കിലും നീട്ടിവെച്ച കൈപ്പത്തിയിലേക്ക് ഭാര്യയുടെ കൈ അമരുമ്പോഴുള്ള ഒരു സമാധാനമുണ്ട്. ആ സമാധാനം ജീവിതത്തില് എവിടെ പോയാലും കിട്ടൂല.
അതാണ് പറഞ്ഞത് സമാധാനം കിട്ടണം. അതിനും വേണ്ടിയാണ് ഒരു കുടുംബം ഉണ്ടാക്കിയത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ കുടുംബത്തിലെ സമാധാനം എന്നോ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ട്. മക്കളോടൊന്ന് നന്നായിട്ട് സംസാരിക്കാൻ പാപ്പാക്കും ഉമ്മാക്കും കഴിയണില്ല. പാപ്പാനോടും ഉമ്മാനോടും ശരിക്ക് സംസാരിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ജ്യേഷ്ഠാഞ്ചന്മാർ തമ്മിൽ മുഖത്തേക്ക് നോക്കാറില്ല. എളാപ്പ മുത്താപ്പമാര് മക്കൾ മിണ്ടാറില്ല. ഛിദ്രമായി കിടക്കുക കുടുംബം. അതുകൊണ്ട് തന്നെ കിട്ടേണ്ട സമാധാനം നമുക്ക് കിട്ടാതെ പോയി. ആ സമാധാനം കിട്ടാതെ പോയത് കൊണ്ട് നമ്മുടെ ജീവിതം ഉത്കണ്ഠകൾ നിറഞ്ഞതായി. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അടക്കം ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമാധാനം നശിച്ച ഈ ജീവിതമാണ് എന്ന് ഡോക്ടർമാരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ ഞാൻ സംസാരിക്കണേ. എനിക്ക് ഏകദേശം എന്റെ പ്രസംഗം നിർത്തേണ്ട സമയത്ത് 3:15 മുതൽ എന്റെ സുഹൃത്ത് റഷീദിന്റെ സമയമാണ്. ഒരു 1/4 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിന്റെ എടുത്തു കണ്ടേ 3:30 ഞാൻ നിർത്തി. അപ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം പോകാനുള്ള കാരണം എന്താണ്? ആ സമാധാനം തിരിച്ചെടുക്കാനുള്ള വഴി എന്താണ്? ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ഞാൻ പറയാം. ഒന്ന്, ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, നമ്മുടെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും അറിയുന്ന പടച്ച റബ്ബ്, ആ റബ്ബാണ് നമുക്ക് വേണ്ടി കുടുംബത്തെ എന്ന സംവിധാനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ കുടുംബത്തിനെ ഏത് രൂപത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും അല്ലാഹു തആല കൃത്യമായ നിയമങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വെറുതെ നിങ്ങൾ കുടുംബമായി ജീവിക്കണം എന്നല്ല പറഞ്ഞേ. ആ കുടുംബത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ കുടുംബത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. അത് പാലിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ സമ്പത്തില്ലെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കും. അല്ലലില്ല, അലട്ടലില്ല, നിരാശയില്ല, മാനസികമായ ഉത്കണ്ഠകളില്ല, തകർച്ചകളില്ല, സമാധാനപരമായിരിക്കും ജീവിതം. കുറ്റപ്പെടുത്തലുകളില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. നോക്കി, എനിക്ക് 3 കുട്ടികള്. ഈ 3 മക്കളിലെ ഉദാഹരണം പറയട്ടോ. മൂത്ത കുട്ടിക്ക് ഛർദിയുമായിട്ട് നോക്കുകയായി. ഞാൻ മൂത്ത കുട്ടീനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസം ജനറൽ ആശുപത്രിന്റെ ജനറൽ വാർഡിൽ ഞാനും എന്റെ കുട്ടിയും. രോഗം മാറിയപ്പോത്തിന് കുട്ടിനെക്കാളും കുഴങ്ങിക്കണ്. ഞാന് ഏകദേശം പെരീക്കാൻ എത്തിയിട്ടുള്ളൂ. എത്തുമ്പണ്ട് എന്റെ 2ാമത്തെ കുട്ടി ഛർദിക്കണ. വേറെ ആരും പോകല്ല, ഞാൻ തന്നെ ഇവളെ ഉള്ളിക്ക് നിർത്തിയിട്ട് മറ്റേ കുട്ടിനെയും കൊണ്ട് ആ വണ്ടി തന്നെ ആശുപത്രിക്ക് 5 ദിവസം അതിനെ കൊണ്ട് കിടന്ന്. അപ്പോൾ എന്റെ ജീവൻ പോയിക്കണ്. ആ കുട്ടിനെ കൊണ്ട് പെരീക്ക് എത്തിയപ്പോണ്ടേ ഉമ്മർപ്പെടുമ്പോ കുത്തിരുന്ന് കണ്ട് 3ാമത്തെ കുട്ടി ഓക്കാഞ്ചു. പടച്ചോനെ, നെഞ്ചത്ത് കൈവച്ചിന്റെ ഒരു വിളി, പടച്ചോനെ എന്തിനാ റബ്ബേ ഇന്നെങ്ങനെ ഇടങ്ങേറാക്കണ്? ഞാൻ എന്ത് തെറ്റാ റബ്ബേ ചെയ്തത്? എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കണ്? ഇങ്ങനെ മരിപ്പിച്ചൂടെ? അതെനിക്കല്ലതിനേക്കാളും നല്ലത്. എന്തൊക്കെയാ നമ്മൾ പറയലേ? എന്തൊക്കെയാ പറയാ? എന്താ ഇപ്പൊ ഉണ്ടായത്? 3 കുട്ടിയേക്ക് വയറ്റി നോക്കും ഛർദി ഉണ്ടായി. സുഖായി. എന്നിട്ട് തന്നെ നമ്മൾ തകർന്നു പോയില്ലേ? നമ്മളെ മനസ്സിന്റെ ഓർഡർ തെറ്റി. നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ ഇതിനെക്കാട്ടും നല്ലത് എനിക്ക് ഇങ്ങനെ മരിപ്പിച്ചൂടെ? എന്താ ഇനി നോക്കി, നമ്മളെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി, അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയ പ്രവാചകൻ. ആ പ്രവാചകന് 7 മക്കളുണ്ടായിനി. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. 7 മക്കളിൽ 6 മക്കളും മരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് നിറഞ്ഞ കണ്ണുകളോടെ കണ്ടേ. 6 മക്കൾ. നിങ്ങൾ ആലോചിച്ചാണ്, നമുക്കൊക്കെ 7 മക്കളുണ്ടായിട്ടേ 6 മക്കൾ മരിച്ചോക്കട്ടെ, നമ്മൾ ഇവിടെ ഉണ്ടാവൂല, വല്ല പൂന്തളെ അല്ലെങ്കിൽ കുതിരവട്ടത്തെ കേൾക്കാറും. 7 മക്കളുള്ള ഒരു ബാപ്പാന്റെ 6 മക്കൾ മരിച്ചാൽ ആ ബാപ്പാന്റെ മാനസികാവസ്ഥ എത്രയാ? ഇവിടെ നോക്ക്, 6 മക്കൾ മരിച്ചപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാന്റെ ഹബീബ് നെഞ്ചത്ത് കൈവച്ച് ചോര ഉറ്റി വീടുന്ന കണ്ണോടുകൂടി പ്രാർത്ഥിച്ചോ?
പടച്ചോനെ എന്തിനാ ജിന്നങ്ങനെ ഇടങ്ങേറാക്കണേന്ന്, എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കണേ? ഈ പറഞ്ഞത് എന്താ റബ്ബേ ഞാൻ കേൾക്കാത്ത, ഈ പറഞ്ഞ എന്താ റബ്ബേ ഞാൻ ചെയ്യാത്ത, എന്നിട്ട് എന്തിനാ റബ്ബേ എന്റെ മക്കളെ ഇങ്ങനെ മരിപ്പിച്ച് ഇന്നെന്തിനാ ഇടങ്ങേറാക്കണെന്ന് അള്ളാന്റെ റസൂല് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കണ്ടോ? എവിടെങ്കിലും പ്രാർത്ഥിച്ചില്ല എന്ന് മാത്രല്ല, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് കാല് നീര് വന്ന് പൊട്ടി നീരിങ്ങനെ ഒലിച്ചപ്പോ തുണിയോണ്ട് ഇങ്ങനെ വീശി കൊടുക്കണ ആയിഷാ ബീവിക്ക് സഹിക്കാൻ വയ്യാതായപ്പോ ആയിഷാ ബീവി ചോദിച്ചേ, അള്ളാന്റെ റസൂലെ എല്ലാ പാപം പൊറുക്കപ്പെട്ട് നാളെ സ്വർഗത്തിലെത്തുന്ന ഉറപ്പുള്ള ആളല്ല നിങ്ങള്, പിന്നെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? എന്തേ റസൂല് പറഞ്ഞ മറുപടി? ആയിഷ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണ്ടേ ആയിഷ ഞാൻ? എന്റെ അനുഗ്രഹം 7 മക്കളെ തന്നിട്ട് 6 മക്കളെ മരിപ്പിച്ചതോ അനുഗ്രഹം? പാർക്കാൻ ഒരു വീടില്ലാതെ മദീന പള്ളിയുടെ ചായ്പിലേക്ക് താച്ചു കെട്ടിയ ഒറ്റമുറിയിൽ പാർത്തതോ അനുഗ്രഹം? രാത്രി ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാഞ്ഞിട്ട് പട്ടിണി കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വന്നപ്പോ പാതിരാത്രിക്ക് റോട്ടിലൂടെ ഇറങ്ങി നടന്നതോ അനുഗ്രഹം? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ വയറ്റത്ത് കല്ല് കെട്ടി വെച്ചതോ അള്ള കൊടുത്ത അനുഗ്രഹം? എന്ത് അനുഗ്രഹം? ഏതനുഗ്രഹത്തിനാ റസൂല് ഈ നിസ്കരിച്ച്? ഏതനുഗ്രഹത്തിന്റെ നന്ദിയായിട്ടാ പ്രവാചകൻ രാത്രി പകലാക്കിയത്? അതെ, പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും നടുവിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് സമാധാനപൂർണമായ ജീവിതമായിരുന്നു. ഭയപ്പാടുകളില്ലാത്ത, ഉത്കണ്ഠകളില്ലാത്ത, പേടികളില്ലാത്ത, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, സന്തോഷം കളിയാടുന്ന ഒരു ജീവിതം, അതായിരുന്നു പ്രവാചകന്റെ ജീവിതം. അത്തരമൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ അള്ളാഹു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളും. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം യാത്ര ചോദിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ ബാപ്പാർക്കും ഉമ്മാർക്കും എല്ലാവർക്കും ഒരു പരാതി എന്താ? നിങ്ങള് കുട്ടിയെക്കൊന്നിപ്പോ നമ്മളോട് സ്നേഹമല്ല. കുട്ടിയെക്കൊന്നും നമ്മളോട് സ്നേഹമല്ല, ചെറുപ്പത്തിലുമില്ല വലുപ്പത്തിലുമില്ല. പണ്ടിങ്ങനെ ചെറിയ കുട്ടിയായപ്പോ 4-5 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയോട് മത്സരിക്കുവേനി, ഇഞ്ചമ്മയാണ് ഇഞ്ചമ്മയാണ് ഇഞ്ചമ്മയാണ്. ഇപ്പൊ വലുതായി നോക്കുമ്പോ എന്റെ അമ്മയല്ലേ എജ്ജ് കൊണ്ടേക്കോ, എന്റെ അമ്മയല്ലേ എജ്ജ് കൊണ്ടേക്കോ, ഇന്റെ അമ്മയല്ലേ എന്ന് പറയാൻ നാട്ടിലാളില്ല, ഒക്കെ അങ്ങോട്ട് ഓരിച്ചു കൊടുത്തേക്ക. സ്നേഹമല്ല, കാരുണ്യല്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇൻകോർമുണ്ടേ, രാവിലെ പ്രാരാബ്ദം പിടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ. കൂലിപ്പണിയല്ലേ വാപ്പയൊക്കെ. അപ്പൊ രാവിലെ മദ്രസക്ക് പോകുമ്പോ ചായക്ക് കടിയൊന്നും ഉണ്ടാവൂല, ഒരു മൺകോപ്പയില് ശർക്കര ചായ തരാ. ആ ചായ വലിച്ചു കുടിച്ചു ഒരു ഓട്ട മദ്രസക്ക്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പോ ഉമ്മല്ല, ഉമ്മാക്ക് വേറെ വല്യമ്മേ. അപ്പൊ വല്യമ്മാന്റെ മുഖത്തേക്ക് നോക്കി ഉമ്മ എവിടെ? വല്യമ്മ പറഞ്ഞു, ഉമ്മാക്ക് രാത്രി സുഖമില്ലാതെ ഇനി ആശുപത്രി കൊണ്ടുപോയിനി, വേദന ഇനി ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ, ഉമ്മാനെ ഉണർത്തണ്ട, ഈ പൊയ്ക്കോ മദ്രസക്ക് പൊയ്ക്കോ. അന്ന് കുടിച്ച ചായക്ക് പഞ്ചസാരന്റെ മധുരല്ലേ ഇനി, കണ്ണീരിന്റെ ഉപ്പേനി. കണ്ണിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീര് ആ കോപ്പയിലെ ചായയുടെ രുചി പോലും മാറ്റി. കരഞ്ഞുകൊണ്ട് മദ്രസ വരെ പോയി. മദ്രസയിൽ ചെന്നപ്പോ ഉസ്താദ് ചോദിച്ചേ, എന്താടാ കരയണ്? അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. ഉസ്താദിനോട് പറഞ്ഞു, എന്റെ അമ്മാക്ക് സുഖമില്ല. നല്ല ഉസ്താദേനി. ഉസ്താദ് കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഷാക്കിറിന്റെ അമ്മാക്ക് സുഖമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ് സമാധാനായി. പെരയിൽ വന്നപ്പോണ്ട് ഉമ്മറപ്പടി കുത്തിയിരിക്കണീം കാത്ത്. എന്തൊരു സന്തോഷമായി. അന്ന് അങ്ങനെ ഇനി ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞാല് പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നൂല. ഇനി ഇന്നിപ്പോ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞാല് മൂത്ത കുട്ടി ചെറിയ കുട്ടീനോട് പറയും, പിന്നെ പാപ്പാക്കും കൂടി സുഖമില്ലാതെ നമ്മൾ കഴിച്ചില്ലേ, രണ്ടാളും പാടെ ആശുപത്രിയിൽ പോയാലേ കമ്പ്യൂട്ടറും ടിവിയും മൊബൈലും ടാബും ഒക്കെ നമുക്ക് കിട്ടിയില്ലേ, ഒന്ന് സുഖമില്ലാതായെങ്കിൽ പാപ്പാക്ക് എന്ന് പറയുന്ന പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു പച്ചപ്പരമാർത്ഥ. എവിടെയാണ് ഈ കൃപയൊക്കെ പോയത്? എവിടെയാണ് ഈ സ്നേഹമൊക്കെ പോയത്? എവിടെയാണ് ഈ കാരുണ്യൊക്കെ അപ്രത്യക്ഷമായത്? പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മെഴുകുതിരി പോലെ ജീവിതം കത്തിച്ച് കളഞ്ഞോല. എന്നിട്ട് എന്തേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ദയയും ആർദ്രതയും കനിവുമൊന്നും എന്തേ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ ഭയപ്പെടാനുള്ള കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്.
ആ കുടുംബത്തിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചും കുടുംബത്തിൽ നിലനിർത്തേണ്ട കാര്യങ്ങൾ നിലനിർത്തിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കും. നമുക്ക് തുടക്കത്തിലെ തെറ്റി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാ? ഭാര്യ ഭർത്താവ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം ഉണ്ടല്ലോ, അത് ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹ, മരിക്കുമ്പം വരെ ഒപ്പം നിൽക്കാനുള്ള സ്നേഹമാണ്. അതിന് പകരം ഒരു സ്നേഹം ദുനിയാവിലില്ല. അത്ര വലിയ സ്നേഹ ഭാര്യ ഭർത്താക്ക് മാത്രം. അത് അല്ലാഹു പറഞ്ഞതാ, വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ. നിങ്ങൾക്കിടയിൽ അല്ലാഹു മവദ്ദത്തും റഹ്മത്തും, കാരുണ്യവും കൃപയും സ്നേഹവും ഒക്കെ അല്ലാഹു തരുന്നു. എത്ര ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം! ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോഴേ ഒരു ഉമ്മ എനിക്കൊരു ഉദാഹരണം പറഞ്ഞേ. ഭർത്താവിനും ഭാര്യക്കുള്ള സ്നേഹത്തിന്റെ ഉദാഹരണേ, കല്യാണത്തിന്റെ തലേ ദിവസം വീടിന്റെ വരാന്തയിൽ കോഴി കാഷ്ടിച്ചപ്പോ ഉമ്മ മോളോട് പറഞ്ഞല്ലോ, ഉമ്മ അടുക്കളയിലെ തിരക്കിലാണേ, മോളെ കോഴി കാഷ്ടിച്ചിരിക്കണ്, അതൊന്ന് കോരിയിടുക പറഞ്ഞല്ലോ. മോള് പറഞ്ഞോ, ഞാൻ കോരൂല പറഞ്ഞല്ലോ. ഞാനോ കോഴി കാഷ്ടി ഞാൻ കോരൂല പറഞ്ഞു. ഓള് കോരിയില്ല, ഓള് റൂമുകൾ പോയി വാതിലടിച്ച്. ഉമ്മ അടുക്കളയിൽ നിന്ന് വന്നുകാണ്ട് കോരിയിട്ട് അങ്ങനെയാണ്. എന്നിട്ട് ഉമ്മ പിന്നെ രസം പിന്നെ പറഞ്ഞുതരണേ, കല്യാണത്തിന്റെ പിറ്റേന്ന് വീട്ടിക്കൊരു പോക്കുണ്ടല്ലോ, അടുപ്പ് കാണാനോ വീതന കാണാനോ ഒക്കെ ആയിട്ട്. സംഗതി ഗ്യാസ് ആണെങ്കിലും അടുപ്പൊക്കെ കാണാൻ എല്ലാവരും പോവും. അങ്ങനെ പോയപ്പോണ്ടല്ലോ ഉമ്മ പറയണേ, മിറ്റത്തേക്കാണ് ചെന്നപ്പോ കോഴിക്കോട് മുതലക്കുളത്ത് എന്നായിരിക്കും ഫുള്ള് അയലുമ്മ ഫുള്ള് തുണി കുപ്പായ തോരട്ടേക്ക, തലക്കിണിയും പറയും, ബെഡിന്റെ ഷീറ്റും ഒക്കെ ഉണ്ട്, അടക്കി തിരുമ്പി തോരട്ടേക്ക. അപ്പൊ ഉമ്മ വീട്ടിൽ കയറിയിട്ട് വീട്ടിലെ അമ്മാനോട് ചോദിച്ചോളെ എന്താ ഇങ്ങനെ തിരുമ്പലുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലെ അമ്മ രസം പറയണേ, അതൊന്നും ഞാനല്ല, നിങ്ങളെ മകള് തിരുമ്പിയതാ. അപ്പൊ ഈ ഉമ്മാക്ക് അത്ഭുതം, ഇന്ന് വരെ പരിക്കമുണ്ട് കൂടി ഓള് മുഴുവൻ പിഴിഞ്ഞിട്ടില്ല, ആ ഓളാണ് ഇപ്പൊ തിരുമ്പിട്ടൊക്കെ. അപ്പൊ എന്താ വെച്ചാലേ ഭക്ഷണത്തിലെന്തോ അപാകത പറ്റിയിട്ടേ അന്തിക്ക് പുതിയാപ്പിളക്ക് വയറ്റുന്നോക്കായി. ആണ്ട് പോയിട്ട് ബാത്റൂമിക്ക് പോകാൻ നേരം കിട്ടണ്ടേ, ആണ്ട് പോയിട്ട് എല്ലാം അതൊക്കെ ഈ പെണ്ണ് ഒറ്റക്ക് പെരക്കാരെ അറിയിക്കാതെ കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ഓള് പുറത്ത് തൂക്കിയേക്ക. ഇന്നലെ കോഴി ദൂരെ കോരാൻ വന്നപ്പോ മടിച്ച ഓളാണേ. 1 മണിക്കൂർ മുമ്പ് മാത്രം പരിചയപ്പെട്ട ഈ ചങ്ങായിന്റെ സകല സാധനങ്ങളും അണ്ടർവെയർ വരെ ഓള് തിരുമ്പി അയലുമ കൊണ്ടേ തൂക്കിയത്. അത് എവിടുന്നാ കിട്ടിയ നിങ്ങള്? അതാണ് വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ. ഒരു തമാശ കഥ ഉണ്ട്. റോട്ട് കൂടെ അങ്ങനെ പോകുമ്പോഴേ ബസ്സിന്ന് ആരോ ഛർദിച്ചോലോ, ഛർദിച്ചപ്പോണ്ടോലോ ഒരു തക്കാളി കഷ്ണം പട കുപ്പായത്തിന്റെ കയ്യുമേ. വൃത്തിയേട് ഇതൊന്ന് കഴുകാൻ വേണ്ടി ഇങ്ങനെ പൈപ്പും നിറഞ്ഞു പോവുക. മനങ്ങനെ ഛർദിക്കാൻ അങ്ങനെ വരുന്നുണ്ട്, കാരണം ഇതിന്റെ മണം കേട്ടിട്ടേ. പോണ പോക്കിൽ ബേക്കുന്ന ഒരാൾ ചോദിച്ചോലോ, അല്ല ആരാ ഛർദിച്ച ഞങ്ങൾ കണ്ടോ? ആരാ ഒരു പെണ്ണും കണ്ട് തലട്ടിങ്ങാണ്ട് ഛർദിച്ച് ഓരോരുത്തർ ബസ് കയറുന്നത് രാവിലെ തന്നെ. അപ്പൊ ബേക്കത്തെ ആള് പറഞ്ഞോലേ, ആരോ ഒന്നുമല്ല, നിങ്ങളെ പെണ്ണുങ്ങളാണേ. ഓളാ ഞാൻ കണ്ടു, ഓളം ഞാൻ എന്നാ സാറില്ല, വൈകുന്നേരം കുടിയിൽ പോയിട്ട് കേൾക്കാറുണ്ടല്ലോ. സംഗതി തക്കാളി ഓൾതായാലും മറ്റോൾതായാലും തമിഴ്നാട്ടിൽ തന്നെ വരുന്നേ. പക്ഷെ ഭാര്യ ഛർദിച്ചതാണെങ്കിൽ സാരല്ല, അത് പെരി പോയിട്ട് കഴുക എന്ന് പറയത്തക്ക വിധം ആ മനസ്സിനെ നൈർമല്യമാക്കുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം കുടുംബ ജീവിതത്തിലേക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു നിയമത്താ. അത് അറ്റമില്ലാത്ത സ്നേഹ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രബോധകൻ കൂടിയാണ്. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞേ. ഒരിക്കൽ രാവിലെ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ഒരു ഫോൺ വന്നല്ലോ. ഫോൺ വന്നിട്ട് പറഞ്ഞല്ലോ, ഇക്കാക്ക മരിച്ചു. അപ്പൊ ഇക്കാക്ക മരിക്കുന്നതിന് മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞിരുന്നു. ഇക്കാക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു നിങ്ങള്, അതുകൊണ്ട് ഇക്കാക്കാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ ഇന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരാ വിളിക്കണറിയോ? ഒരു താത്ത വിളിക്കണേ. ആ താത്താന്റെ ഭർത്താവ് മരിച്ചിക്കണേ. ആ ഭർത്താവ് എൻ്റെ ഈ സഹോദരന്റെ നല്ലൊരു ഗുണകാംക്ഷേരി. അപ്പൊ അയാൾ മരിച്ചപ്പോ പറഞ്ഞതാ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉസ്താദിനോട് പറയേണ്ടിട്ട് വന്നു. അപ്പോ അങ്ങനെ ഒരു ആഗ്രഹമല്ലേ. എൻ്റെ സുഹൃത്ത് സ്കൂളൊക്കെ ലീവാക്കി ഈ മരിച്ച ആളെ നാട്ടിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ചെന്ന്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ആ റൂമിലേക്ക് കയറിയപ്പോണ്ടല്ലോ വാതിൽ അങ്ങനെ കൊട്ടണേ. അപ്പൊ വാതിൽ തുറന്നു നോക്കുമ്പോ ഈ താത്തയാണ്. ഈ താത്ത ഈ മരിച്ച ആളെ താത്ത. ഈ മരിച്ച ആൾക്ക് ഒരു 75 വയസ്സെങ്കിലും അയക്കും. അതാ പ്രശ്നം കേട്ടോ. 75 വയസ്സെങ്കിലും അയക്കണ്. അയാളെ ആദ്യത്തെ പെണ്ണുങ്ങളെ, രണ്ടാമത്തെ ഒന്നല്ല, ആദ്യത്തെ പെണ്ണുങ്ങൾ തന്നെയാണ്. അപ്പൊ ആ പെണ്ണുങ്ങൾ വന്നിട്ട് കുളിപ്പിക്കാൻ നിൽക്കണ ഈ ഉസ്താദിനോട് പറയണേ, മയ്യത്ത് കുളിപ്പിക്കുമ്പോ ശ്രദ്ധിച്ച് കുളിപ്പിക്കണം കേട്ടോ. ഇന്നലെ രാത്രി ജനാപത്തുകാരനായിട്ടുണ്ട്. 75 വയസ്സുള്ള ആളെ ആ കുടുംബ ജീവിതത്തിൽ തലേ രാത്രി വരെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതം നയിച്ചു.
40 വയസ്സാകുമ്പോഴേക്ക് കട്ടിലുകൾ മാറ്റിയിട്ട് തിരിഞ്ഞു കിടക്കുന്ന ആധുനിക തലമുറക്ക് ഈ സ്നേഹത്തിന്റെ ആഴം അറിയാൻ കഴിയില്ല. എത്രയാണ് ആഴം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴേ പ്രവാചകന്റെ വയസ്സ് എത്രയാണ്? 63 കഴിഞ്ഞ് 64 ആവുകയാണ്. അന്ന് പ്രവാചക പത്നി ആയിഷ ബീവിയുടെ വയസ്സ് 18, നിറഞ്ഞ 18. ആ നിറഞ്ഞ 18 പെണ്ണ് 64 വയസ്സുള്ള പ്രവാചകന്റെ ഭാര്യ. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ നിറഞ്ഞ കണ്ണുകളോടെ ആഹ്ലാദത്തോടു കൂടി നമ്മളുമായി പങ്കുവെക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? എന്റെ വായിലെ ഉമിനീരും പ്രവാചകന്റെ വായിലെ ഉമിനീരും അവസാനമായി കൂടിക്കലർന്ന രംഗം അതെന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അത് അത്രയും വലിയ അനുഭൂതിയാണ്. ഏത് 18 വയസ്സുള്ള ആയിഷ ബീവിന്റെ ഉമിനീരെ 63 വയസ്സ് കഴിഞ്ഞ പ്രവാചകന്റെ ഉമിനീരുമായി കൂടിച്ചേർന്നത്, ആ അനുഭൂതി ആയിഷ ബീവിക്ക് മറക്കാൻ പറ്റണില്ല. സംഭവം താരങ്ങള് പ്രവാചകൻ രോഗിയായി കിടക്കുമ്പോ കാണാൻ വന്ന ആൾക്കാരുടെ കൂട്ടത്തിലെ ഒരു സഹാബിന്റെ കീശയില് പല്ല് വെക്കുന്ന ഒരു അറാക്കിന്റെ മരക്കഷ്ണം ഉണ്ടായി. അത് കണ്ടപ്പോ നബി അയിമക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ആ സഹാബിക്ക് തോന്നി നബിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹം അത് എടുത്ത് നബിന്റെ കൈ കൊടുത്ത്, ആ കൊള്ളിയോണ്ട് പല്ല് വെക്കണമെങ്കിലേ അതിന്റെ ഒരു തല കടിച്ച് സോഫ്റ്റ് ആക്കണം, അല്ലെങ്കിൽ കുത്തിച്ചടക്കണം. പ്രവാചകൻ ആ തലയിലേക്ക് നോക്കി, ആയിഷ ബീവിന്റെ മുഖത്തേക്ക് നോക്കി. ആയിഷ ബീവി അത് എടുത്തിട്ട് വായിലിട്ട് കാണ്ട് ചവച്ച് സോഫ്റ്റാക്കി അത് കഴുകാൻ വേണ്ടി ശ്രമിക്കുമ്പോ കഴുകുന്നതിന് മുമ്പ് പ്രവാചകൻ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് അതുകൊണ്ട് പല്ലു തേച്ചു. 18 വയസ്സുള്ള തന്റെ ഉമിനീരെ 64 വയസ്സുള്ള പ്രവാചകന്റെ ഉമിനീരുമായി കൂടിച്ചേരുന്ന ആ അനുഭൂതിയുടെ നിർവൃതി ആയിഷ ബീവി അറിഞ്ഞു. സ്നേഹാണ്, അതാ സ്നേഹം. ആ സ്നേഹം കുടുംബത്തിനല്ലാതെ നിങ്ങൾക്ക് കള്ള് സാപ്പുന്നോ പാർലറിനോ മയക്കുമരുന്നോ സിനിമ കാണാൻ പോയാലോ വീഗാലാൻഡ് പോയാലോ എവിടുന്ന് കിട്ടൂല. അത് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹ. ആയിഷ ബീവി പറയണേ, ഞാന് ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒരു പാനീയം കൂടി റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണെങ്കിലേ ആദ്യം പ്രവാചകന്റെ മുമ്പിലെത്തിയിട്ട് ഒരിറക്ക് ഞാൻ കുടിക്കും. റസൂല് കാണേ ഞാൻ ഒരു മുറുക്ക് കുടിക്കും, പിന്നെ റസൂലിന് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ റസൂൽ എന്താ ചെയ്യാറ്? ആയിഷ ബീവിന്റെ ചുണ്ടിന്റെ അടയാളം ആ ഗ്ലാസുമ്മ എവിടെയാണോ ഉള്ളത് ആ അടയാളത്തുമ്മ ചുണ്ട് വെച്ചിട്ടേ കുടിച്ചുള്ളൂ. നമ്മളൊക്കെ പെണ്ണുങ്ങൾ ഒരു മുറുക്ക് കുടിച്ചു കാണ്ട് ഇങ്ങോട്ട് തരട്ടെ അവിടെ മൂന്നമകൾ ചിന്തും വാപ്പാ കൊണ്ടേ കൊടുക്കാറ് അതിന്റെ എച്ചില് അല്ലേ. പ്രവാചകൻ ആയിഷ ബീവിന്റെ ചുണ്ട് പതിഞ്ഞ ആ അടയാളത്തിൽ തന്റെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ടേ അത് കുടിക്കൊള്ളൂ. സ്നേഹാണ്. ആ സ്നേഹവും സമാധാനവും കുടുംബത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ കുടുംബത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ പാലിക്കണം. അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. ഇപ്പൊ ഞാനതിന് മുതിരുന്നില്ല. അള്ളാഹു തആല സമാധാനപൂർണമായ കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുറുകെ പിടിച്ച് ഇസ്ലാമികമായ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.